എടപ്പള്ളി ലുലുവിൽ ഒരു അടിപൊളി ഫ്ലവർ ഷോ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സെറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അത് കാണാൻ വേണ്ടി പോയതാട്ടോ. ഈ വണ്ടികളുടെ മുകളിലും ഒക്കെ സെറ്റ് ചെയ്തതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാലും അതും സെറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ ഫ്ലവർ ഷോ അവർ ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇൻഡോർ ആണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ സെറ്റിങ്സൊക്കെ കാണാനായിട്ട്. പിന്നെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂടോ ഒന്നും അറിയുന്നില്ല. നല്ല രസത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇലച്ചെടികളാണെങ്കിലും അതുപോലെ തന്നെ പൂക്കളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പല മോഡൽ വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലൈ ട്രാപ്പ് എന്നൊക്കെയാണ് ഒരു പേര് പറഞ്ഞത് കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ടോപ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോന്നും ഓരോ പല റേറ്റായിട്ടും പല പല മോഡലായിട്ടും എനിക്ക് കാണാനായിട്ട് പറ്റി. ഫ്ലവർ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. നല്ല രസമാണ് ഫ്ലവർ ഷോ. ചെടികളായാലും പൂക്കളായാലും ഇലച്ചെടികളായാലും ഒക്കെ നല്ല രസമല്ലേ. നമുക്ക് കണ്ണിന് തന്നെ ഒരു എന്താ പറയുക ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിരട്ട കൊണ്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് അത് നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പൂക്കളുടെ ചെടികളും അതുപോലെ ഇലച്ചെടികളും അങ്ങനെ പല മോഡൽ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനും പല റേറ്റാണ് പലയിടത്തും. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സെറ്റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പെറ്റ് കെയറിൽ കുറച്ച് പെറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും അധികമൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റേറ്റും എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി കേട്ടോ. സോ ഈ റേറ്റിനൊക്കെയാണ് നമുക്ക് ചെടികളൊക്കെ കിട്ടാറുള്ളത്. സോ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. എനിക്ക് നല്ല ആംബിയൻസ് ആണ് അവിടെ. അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്തതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. പല മോഡലുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ കാണുന്ന ഈ ഒരു മുരിങ്ങയുടെ തൈ, അതുപോലെ തന്നെ അങ്ങനെ പല പല മോഡൽ നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്ന ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാവാണെങ്കിലും പ്ലാവ്, അങ്ങനത്തെ കുരുമുളക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പൂക്കൾ ഉള്ള ചെടികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലച്ചെടികളും. അതും നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഇലച്ചെടികൾ ഉണ്ടായിരുന്നു.
പിന്നെ കുറേ വിത്തുകൾ അതുപോലെ തന്നെ കിഴങ്ങുകൾ ചെടികളുടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് കുടുംബശ്രീയുടെ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കതൊന്നും അവരോട് ചോദിച്ചിട്ട് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ ലുലുവിൽ പോകാൻ പറ്റുന്നവരെന്തായാലും പോയി നോക്കി നോക്കാം. നമുക്ക് ഫ്രീ ആണ് കാണാനായിട്ട്, വേറെ പാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്ലവർ ഷോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബായ്.